എല്ലാവർക്കും ഫോക്റ്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മഞ്ചിഷ്ട. നമ്മൾ വളരെയധികം കേരളത്തിൽ ഭയങ്കര ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ മഞ്ചിഷ്ട എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാക്റ്റുകൾ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമുകളിലും ജെല്ലുകളിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. മഞ്ചിഷ്ട ശരിക്കും ബ്ലഡ് പ്യൂരിഫയർ ആണെന്നാണ് പറയുന്നത്. അത് ഉള്ളിലേക്ക് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആയുർവേദം എന്നും പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും സ്വയമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും ഒരിക്കലും നല്ലതല്ല. എന്നാൽ സ്കിന്നിന് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് യൂസ്ഫുൾ ആകുന്നത് അതായത് ഡാർക്ക് എന്താ പറയുക പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ്, ഇപ്പോൾ നമുക്ക് മുഖക്കുരൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് വരുന്ന പാടുകൾ അല്ലെങ്കിൽ കരിമംഗല്യം, അതിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആണെന്നാണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ട്രൈമ്യൂസിനേസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കുറയ്ക്കുവാനായിട്ട്, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെലനിൻ എന്ന് പറയുന്നതിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ചില ക്രീമുകൾ നമ്മൾ ഡോക്ടേഴ്സ് തരുമ്പോൾ അതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിക്കോറൈസ് റൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ എക്സ്ട്രാക്റ്റുകൾ കാണാനായിട്ട് സാധിക്കും. അതും ഇതുപോലെ തന്നെ ഈ മെലനിൻ പ്രൊഡക്ഷനും ഒക്കെ, അതായത് നമ്മുടെ സ്കിന്ന് ഡാർക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ കുറയ്ക്കുവാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്, ഹെർബ്സ് ആണ് ഇതൊക്കെ. എക്സ്ട്രാക്റ്റുകൾ എടുക്കാനായിട്ട് വെജിറ്റബിൾ ഗ്ലിസറിൻ, ഓയിൽ, അതുപോലെ ആൽക്കഹോൾ ഞാൻ യൂസ് ചെയ്യാറില്ല. അത് സ്കിന്ന് ഡ്രൈ ആക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ട് വെജിറ്റബിൾ ഗ്ലിസറിൻ ആൻഡ് ഓയിലാണ് പൊതുവെ യൂസ് ചെയ്യാറ്. ഓയിൽ ഞാൻ പല വീഡിയോയിലും പറയുന്ന പോലെ ചില ഓയിലുകൾ ഹീറ്റ് സെൻസിറ്റീവ് ആണ്. വെജിറ്റബിൾ ഓയിൽ, നമ്മുടെ കോക്കനട്ട് ഓയിൽ എത്ര ടെമ്പറേച്ചറിൽ ചൂടാക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമുക്ക് സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഓയിലും കൂടി കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ ഏത് ഓയിലാണ് നമ്മളത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ തീരുമാനിക്കാനായിട്ട്. അപ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിനിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡ്രൈ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ പൗഡർ എടുക്കണം. ഫുള്ളോടെ ഇടരുത്. കാരണം അത് കുറച്ച് അതിൻ്റെ ഗുണങ്ങൾ മുഴുവൻ അതിലേക്ക് വരണമെങ്കിൽ പൗഡറാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ ചെയ്തത് 20 ഗ്രാമേ ഞാൻ ആകെ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ മഞ്ചിഷ്ട പൗഡർ ഞാൻ 0.40 എടുത്തിട്ട് അതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ 19.6. അപ്പോൾ നമ്മൾ 100-ലാണല്ലോ എപ്പോഴും കാണുന്നത്. 100-ൽ മഞ്ചിഷ്ട പൗഡർ അപ്പോൾ 2 ഗ്രാം, വെജിറ്റബിൾ ഗ്ലിസറിൻ 98 ഗ്രാം വരും. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു തിളച്ച വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് എങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചൂടാക്കണം. എക്സ്ട്രാക്റ്റ് ഇറങ്ങാൻ വേണ്ടിയാണ്. ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഓയിലിനും ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു നന്നായിട്ട് കണ്ണി അടുത്ത ഒരു തുണിയിൽ, ചീസ് ക്ലോത്ത് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നമ്മുടെ തോർത്തുമുണ്ട്, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു തോർത്തുമുണ്ട്, കണ്ണി നന്നായിട്ട് അടുത്തത് വേണേ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. പക്ഷെ കൈ മാക്സിമം തൊടാതിരിക്കുക. കാരണം നമ്മളിത് കുറേ നാളുകൾക്ക് നമ്മൾക്കിത് യൂസ് ചെയ്യാനായിട്ടുള്ളതാണ്. അതായത് വർഷങ്ങളോളം ഇരിക്കേണ്ട ഒരു സാധനമാണ്, കേടാവാതെ. അപ്പോൾ ഞാൻ കൈ തൊടാതെയാണ് രണ്ടും ചെയ്തെടുത്തത്. ഇത് എൻ്റെ ഓയിലാണ്, ഓയിൽ ഇൻഫ്യൂസ് ചെയ്താണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 50 ഗ്രാം ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ഗ്രാം മഞ്ചിഷ്ട പൗഡറും 49 ഗ്രാം ഗ്രേപ്പ് സീഡ് ഓയിലാണ് ഞാൻ ഉപയോഗിച്ചത്. അപ്പോൾ എന്നിട്ട് അത് ഇതുപോലെ തന്നെ ചൂടാക്കി ഇതുപോലെ പിഴിഞ്ഞെടുത്തു. നന്നായിട്ട് പ്രസ് ചെയ്ത് നന്നായിട്ട് അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തു. ഇനി ഇതിലേക്ക് ഞാനൊരു ക്രീം ഉണ്ടാക്കാൻ പോവാണ്. ക്രീം ഓൾറെഡി ബേസ് ക്രീം എൻ്റെ കയ്യിൽ ഉണ്ടാക്കിയതുണ്ട് ഓൾറെഡി. ഓക്കെ, അതായത് നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുക, നിങ്ങൾ ഏത് ക്രീമാണോ യൂസ് ചെയ്യുന്ന ആ ക്രീം എടുക്കുക, ജെല്ലെടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ അലോവേര ജെല്ലെടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ ബോട്ടിലേക്ക് എനിക്ക് ആവശ്യമുള്ള ക്രീം ഇടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ക്രീം എടുത്തല്ലോ, ക്രീം എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഗ്ലിസറിനും അല്ലെങ്കിൽ ഇതുമാണ്, നമ്മുടെ ഓയിലുമാണ്. അപ്പോൾ ഈ ഓയിൽ ഹീറ്റ് സെൻസിറ്റീവ് അല്ലാത്ത ഓയിലാണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓയിലി സ്കിന്നുകാരാണെന്ന് വെച്ചാൽ വളരെ ചെറിയ ക്വാണ്ടിറ്റി ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ ഇത് നമുക്ക് ജെല്ലിൽ യൂസ് ചെയ്യാം. അതായത് അലോവേര ജെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖക്കുരുവായി പോലെ ഓയിലി സ്കിന്നായിട്ടുള്ളവർക്കൊക്കെ ജെല്ലിൽ യൂസ് ചെയ്യാം. എൻ്റെ ഇപ്പോൾ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 12 ഡ്രോപ്സോളം ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 6-7 ഡ്രോപ്സോളം ഇത് ഗ്ലിസറിൻ്റെ എക്സ്ട്രാക്റ്റ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ വയ്ക്കുക. നൈറ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് ഡേക്കാളും. അപ്പോൾ സ്കിന്നിന് ഒന്നും കൂടി നല്ലതായിരിക്കും. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇത് വെച്ച് നമുക്ക് ക്രീം ഉണ്ടാക്കാം. അതായത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾക്ക് ഇൻഫ്യൂസ് ചെയ്തിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കാം. അതുപോലെ ജെല്ലുകൾ നമുക്ക് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിക്കോറൈസ് എക്സ്ട്രാക്റ്റ് വെച്ചിട്ട് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഇതുപോലെ മെലനിൻ കുറയ്ക്കുന്ന ഒരു കാര്യമാണ്, സ്കിന്നിന് ബ്രൈറ്റനിങ് കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡ്രൈ ജെൽ ഉണ്ടാക്കാം. അങ്ങനത്തെ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈവൻ ഹെയറിന് പോലും ഇത് വളരെ നല്ലതാണെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, മഞ്ചിഷ്ട വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ മുഖത്ത് പാടുകളുള്ളവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 7 ഡേയ്സിൽ തന്നെ റിസൾട്ട് കിട്ടി തുടങ്ങുമെന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ക്രീമിൻ്റെ ബേസ് മാത്രം കിട്ടണം, എന്നിട്ട് അതിലേക്ക് ഇതുപോലെയുള്ള എക്സ്ട്രാക്റ്റുകളും പ്ലാന്റ് എക്സ്ട്രാക്റ്റുകളും അതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് താല്പര്യമുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസ് മാത്രം കിട്ടുന്ന വെബ്സൈറ്റുകളുണ്ട്. എനിക്ക് അറിയാവുന്ന ഒന്നുണ്ട്. അത് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.